ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ നിയമ നടപടിക്ക് ഇല്ലെന്നും കുടുംബം 24 വ്യക്തമാക്കി. സലീം മാലിക്കിന്റെ റിപ്പോർട്ടിലേക്ക് 24 എക്സ്ക്ലൂസീവ്. ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിന്മേലുള്ള വാദവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച അതിൽ എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളതിൽ കോടതി വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇന്ന് കോടതി നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് ഷാരോണിൻ്റെ കുടുംബം തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് നടന്നത്. പ്രോസിക്യൂഷൻ വലിയ വാദങ്ങൾ നിരത്തി വധശിക്ഷ തന്നെ വേണം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നു. പ്രതിഭാഗമാകട്ടെ അതിനെ എതിർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വാദങ്ങൾക്കൊക്കെ ശേഷം എന്താണ് ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടറിൻ്റെ വാദവും. അപ്പോൾ ഞങ്ങളൊരു പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. വധശിക്ഷ വേണമെന്ന് തന്നെയാണ് സാറും വാദിച്ചത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പോയിൻറ്റ്സും പ്രോസിക്യൂട്ടർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ടിരുന്നു വാദം. അപ്പോൾ അത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നീതിപൂർവമായിട്ടുള്ളൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അമ്മ എന്താണ് ഈ ഒരു ശിക്ഷാവിധിയിൽ പ്രതീക്ഷ? പരമാവധി ശിക്ഷ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് നീതിപൂർവമായ ശിക്ഷാവിധി തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഉറപ്പായും ഷാരോണിന് തിങ്കളാഴ്ച നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു ചോദ്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ അമ്മയെ വെറുതെ വിട്ടതുമായിട്ട് അത് രാവിലെ നിങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി തുടർന്ന് അമ്മയ്ക്കെതിരെയുള്ള നിയമ നടപടിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് അങ്ങനെ തന്നെയല്ല ഇപ്പോഴും? അതെ, തീർച്ചയായിട്ടും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള കൊലപാതകം എന്നുള്ളൊരു തെളിവൊന്നും അമ്മയ്ക്കെതിരെ വന്നിട്ടില്ല. അതുകൂടാതെ തെളിവ് നശിപ്പിച്ചു എന്നുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. ഉറപ്പായും അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രതികരണം. എന്തായാലും അവർ തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ ദിവസം ഈ സഹോദരൻ മാത്രമായിരുന്നു കോടതിയിലേക്ക് പോയിരുന്നത്. ഇന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിന് കുടുംബം മുഴുവൻ പോയി. തിങ്കളാഴ്ചയും സമാനമായി കുടുംബം മുഴുവൻ ശിക്ഷാവിധി എന്ത് എന്നറിയാൻ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. ഈ വാർത്തയിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ നിറയെ കമന്റ്സ് ഉണ്ട്. കൊലയ്ക്ക് പകരം വധശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് ഷാഫി കൊമ്മേരി പറയുന്നു. മിനി ബാബു പറയുന്നു എല്ലാവരും എല്ലാ കേസിൽ നിന്നും ഊരിപ്പോരും, അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അങ്ങനെയൊക്കെ വിമർശനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷേ എന്തായാലും ആ കുടുംബം പറയുന്നത്, ആ മകൻ പറഞ്ഞത് വളരെ, അച്ഛൻ ഇന്നലെ പ്രതികരിച്ചത് ഈ അമ്മയെ വെറുതെ വിട്ടതിൽ എതിർപ്പുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ മകൻ പറയുന്നു അങ്ങനെയില്ല, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, വിധി അംഗീകരിക്കുന്നു, ഇനി അങ്ങനെ അമ്മയ്ക്കെതിരെ ഇതിനൊന്നും അവർ പോകുന്നില്ല എന്ന് കുടുംബം പറയുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. കോടതി എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും വിമർശനങ്ങൾ എന്തായാലും അവരുടെ ആ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ആയിരുന്ന ഒരു മകനാണ് ഒരു ദിവസം നിന്ന് നിൽപ്പിൽ ഇല്ലാതായത്. അപ്പോൾ ആ ഒരു വിഷമം അവരുടെ ജീവിതത്തോളം കാർന്നതിന് അത് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്.